Tigers Vision. ഹലോ കൂട്ടുകാരെ, അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വീട്ടിലെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ പനിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും കുറഞ്ഞ് മീനുക്കുട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ചേട്ടനും ഇപ്പൊ അങ്ങനെ ജോലിക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ പതിപോലെ തന്നെ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ മീനുക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ അരിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മാവ് നനയ്ക്കാനായിട്ട് വെള്ളമൊക്കെ ചൂടാക്കി മാവൊക്കെ നനച്ച് നമ്മൾ അരിപ്പുട്ട് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത അടുപ്പിലായിട്ട് ചോറൊക്കെ ചൂടാക്കിയ ശേഷം കുറച്ച് ചെറുപയർ വേവിക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മീനുക്കുട്ടി എഴുന്നേറ്റിട്ടില്ല, നല്ല സുഖം ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി താമസിച്ചേ വിളിക്കുള്ളൂ കേട്ടോ. രാവിലെ വിളിച്ചുണർത്തണ്ടെന്ന് കരുതി ഇത്തിരി താമസിച്ചേ അവളെ വിളിച്ചുണർത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പയറൊക്കെ വേവിച്ചെടുത്തു. നമുക്ക് ആ അരിപ്പുട്ടൊക്കെ വേവിച്ച് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പപ്പടവും കൂടെ പൊരിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരിപ്പുട്ടും ചെറുപയറും പിന്നെ പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് കേട്ടോ പപ്പടം ഉണ്ടാക്കുന്നത്. പിന്നെ അത് ചായ ഇടുന്നുണ്ട് കേട്ടോ. ചായക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മീനക്കുട്ടിനെയൊക്കെ വിളിച്ചുണർത്തി പല്ലൊക്കെ തേപ്പിച്ച് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നൂരും ഇനി പുട്ട് കഴിക്കുകയാണ്. അപ്പോൾ കട്ടിലൊന്നും ഇതുവരെയും പറക്കി ഒതുക്കിയില്ല കേട്ടോ. നമ്മൾ ജോലി കഴിഞ്ഞിട്ട് മീനക്കുട്ടി എണീക്കാൻ താമസിച്ചതുകൊണ്ട് കട്ടിലൊക്കെ അങ്ങനെ കിടക്കുകയാണ്. പുട്ടും പപ്പടവും പയറുമാണ് അപ്പോഴത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടന് 9 മണിക്ക് ഒരു ഓട്ടം പോയാൽ മതി, അതുകൊണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനുക്കുട്ടീനെ റെഡിയാക്കി യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അവൾക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഴയ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് മഴയില്ലേ, നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല, എനിക്ക് ഇന്ന് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ തെർമോക്കോളിലൊരു വീടും ഒരു കുളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് പോകുന്നത്. അവളെ ബാഗ് പിന്നെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞതാണ് ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നിന്നെക്കൊണ്ട് എല്ലാം കൂടെ വണ്ടിയിൽ കൊണ്ട് കയറാൻ പറ്റത്തില്ല, നമുക്ക് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം 2-3 ദിവസമൊക്കെ എല്ലായിടത്തും മഴയൊക്കെ തോന്നുന്നതിന് ശേഷം പിന്നെയും ചെറുതായിട്ട് 2-3 ദിവസം എന്താ പറയുക, ഇപ്പം എല്ലായിടത്തും ഏകദേശം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് എൻ്റെ ചെരുപ്പൊക്കെ പോയി. പിന്നെ അതൊക്കെ എടുത്തൊന്ന് നേരെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പിന്നെ സ്കൂൾ വണ്ടി 8:50 ആകുമ്പോൾ ഇവിടെ വരും കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ചേട്ടനും ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഒരു ചേട്ടനും പോവുകയാണ്. ചേട്ടൻ 9 മണിക്ക് ഒരു ഓട്ടം ഉള്ളതുകൊണ്ട് 9 മണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് നിന്നതാണ്. അങ്ങനെ ചേട്ടനും പോയി. അപ്പോൾ ഇനി വീട്ടിലത്തേക്ക് കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും പോയതിനു ശേഷം സ്വസ്ഥമായിട്ട് നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി പോയതിനു ശേഷം ഇവിടെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി എടുത്ത അവളുടെ എല്ലാ ബോക്സുകളും ഇവിടെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ രാവിലെ കാപ്പി പിടിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. അപ്പം അതൊക്കെ കുറച്ചേ ഉള്ളൂ പാത്രങ്ങൾ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇവിടെ ഒന്ന് അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെച്ചു. അവൾ എടുത്ത സാധനങ്ങളൊക്കെ അവൾ ഒരുങ്ങുന്നതിനുള്ള സാധനങ്ങളെല്ലാം ഒതുക്കി കട്ടിലൊക്കെ ഒതുക്കി ഇവിടെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. പിന്നെ ഈ വിറവ് ഇങ്ങനെ കിടക്കുന്നത് ഇന്നലെ വീട്ടിൽ പോയാണ് കേട്ടോ വിറവൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അപ്പം അതിങ്ങനെ കിടക്കുന്നതാണ്, അതിനി ഒതുക്കാനുണ്ട്. അപ്പം ഇത്തിരി നീളത്തിനാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഒടിച്ചു വെക്കണം. പിന്നെ നമ്മളെ ജൂലിക്കുട്ടിക്കും കഴിക്കാനായിട്ട് പുട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ തോരനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ രാവിലെ പുട്ടിനുണ്ടാക്കിയതിൽ ബാക്കി ചെറുപയറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കൂടുതലും ചെറുപയർ വേവിച്ച് തന്നെ എടുക്കുന്നത്. നമ്മൾക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വന്നാലും അത് തോരൻ വെക്കാമല്ലോ. കറി വെച്ചാൽ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളയണ്ടേ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇടുമ്പോൾ എപ്പോഴും തോരനും കൂടെ കണക്കാക്കിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ തലേ ദിവസത്ത് വാങ്ങിച്ച നെത്തോലി മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഫ്രൈ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ബാക്കി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ കുറച്ചേ ഉള്ളൂ കേട്ടോ, പയറിന്ന് കുറച്ചേ ബാക്കി വന്നുള്ളൂ. അപ്പോൾ അത് മതി, നമുക്ക് ഉച്ചത്തേക്ക് മാത്രം മതിയല്ലോ എന്ന് വെച്ച് ചെറുപയർ ഒന്ന് വേവിച്ച് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ അത് അരപ്പ് വെച്ചിട്ടുണ്ട്. തേങ്ങയും മഞ്ഞപ്പൊടിയും മാത്രമേ നമ്മൾ അരപ്പായിട്ട് ചേർക്കത്തുള്ളൂ കേട്ടോ. പിന്നെ തലേ ദിവസത്തെ രസവും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ആകെ ഒരു തോരൻ മാത്രം വെച്ചാൽ മതി കേട്ടോ. അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെ പുട്ടിന് വേണ്ടി എടുത്ത 2 പപ്പടം ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ നത്തോലി മീനും ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ തീർന്നു. ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ നമ്മളുടെ തുണിയൊക്കെ ഉണക്കിയെടുക്കാനാണല്ലോ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അടുക്കളയിലാണ് കേട്ടോ അശ കെട്ടിയിട്ട് ഹാങ്ങറിലാണ് കേട്ടോ തുണിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത്.
അപ്പോൾ ഇടയ്ക്ക് രാത്രിയൊക്കെ ഫാനും ഇട്ട് കൊടുക്കും കേട്ടോ, അത്യാവശ്യം തുണികളൊക്കെ ഉണക്കി എടുക്കാനുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അടുക്കള ജോലിയൊക്കെ ഒതുങ്ങി. അപ്പോൾ ഇനി ഈ തുണിയൊക്കെ എന്തായാലും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴുകാനായിട്ടും കുറച്ച് തുണികൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെളിയിൽ കഴുകിയിട്ട ശേഷം തോർന്ന് കിട്ടുമ്പം കൊണ്ട് അകത്ത് ഇടാമല്ലോ. അപ്പോൾ ഈ ഉണങ്ങി കിടക്കണ തുണികളെല്ലാം ഇനി ഒന്ന് മടക്കിയൊക്കെ ഒതുക്കിയൊക്കെ വെക്കാം. എന്നിട്ട് ഇപ്പം എന്തായാലും മഴ തോന്നി നിൽക്കണേ. തുണി കഴുകാൻ പറ്റുകയാണെങ്കിൽ കഴുകാമെന്നും പറഞ്ഞാട്ടോ നിൽക്കുന്നത്. ഇന്ന് മീനുക്കുട്ടിക്ക് സ്കൂളിൽ ഉച്ചവരെ ക്ലാസ് ഉള്ളു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്ന് ടീച്ചേഴ്സിന് എന്തോ പഞ്ചായത്തിൽ മീറ്റിംഗ് ആയതുകൊണ്ട് അപ്പോൾ ഇതുവഴി കയറത്തില്ലേ, അവിടെ ഭയങ്കര തെറ്റലായതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൻ്റെ അവരുടെ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ മീനുക്കുട്ടി വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയേ. വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് പോയതാണ്. അപ്പോൾ മീനുക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇവിടെ നിന്ന് പഠിക്കാൻ പോകാനായിട്ട് ഉച്ചവരായതുകൊണ്ട് വേറെ കുട്ടികളൊന്നും പോയില്ല. അപ്പം ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോയി മീനുക്കുട്ടി തിരിച്ചു വരണ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീനുക്കുട്ടിനെ വിളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കാന്ന് പറഞ്ഞ് ചോറ് കഴിച്ചില്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചു. അത് ഇത്തിരി മഴ തോന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഇത്തിരി മഴ തോന്നുമെന്ന് കണ്ടപ്പോൾ തന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങ് കഴുകിയിട്ടെ. ഇപ്പം അങ്ങനെ ഡെയിലി തുണി കൂട്ടിയിടുന്നതിനേക്കാൾ അപ്പോഴപ്പോഴുള്ള തുണികളങ്ങ് കഴുകിയിടും കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തായാലും ഇവിടെയൊക്കെ ചവറൊക്കെ കിടപ്പുണ്ട്. അപ്പം എല്ലാ ദിവസവും തൂക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്ലാവ് മരം നിൽക്കുന്നതാണ്. ഇതിന്ന് എപ്പോഴും എല്ലാം ഇങ്ങനെ തൊഴിഞ്ഞ് വീഴും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്തിരി മഴ തോന്നിക്കയില്ലേ ഒന്ന് തൂത്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടാങ്ക് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇപ്പം ഇവിടെ ഒരു ഓസ് ഇട്ട് കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരി നിറച്ച് ഓസിൽ ഇവിടെ എത്തിച്ച് ഇങ്ങനെ നിറച്ചിടാണ്ടോ ഇപ്പം ചെയ്യുന്നത്. അപ്പം ഇവിടെ മഴ സമയമൊക്കെ ആയ ബാത്റൂമിലത്തേക്കൊക്കെ പോവാൻ വെള്ളം കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരാൻ ഭയങ്കര പാടായതുകൊണ്ട് ഇതുപോലെ ടാങ്കിൽ നിറച്ചിട്ടിരുന്നാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ ടാങ്കിൽ വെള്ളം നിറച്ചിടും കേട്ടോ. അങ്ങനെ അതിനുവേണ്ടി ചേട്ടാ ഇപ്പം ടാങ്ക് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിതാ ഇപ്പം എന്തായാലും ഇത്തിരി തോന്നിക്കയില്ലേ അവഴൊന്ന് തൂത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കയറാമെന്നും പറഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ടാങ്ക് ഇവിടെ വച്ചത് കാരണം ഈ സ്ഥലമൊക്കെ ഇത്തിരി എന്താ പറയുക തൂക്കാനൊക്കെ ഭയങ്കര പാട്. എന്തായാലും ഇന്ന് ചില ദിവസങ്ങളിൽ മഴ പെയ്ത് കിടക്കുന്ന തറയായതുകൊണ്ടേ തൂക്കാനൊക്കെ നല്ല പാടാണ് കേട്ടോ. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല. അന്ന് തുണി കഴുകാനൊക്കെ ഇറങ്ങിയ സമയത്ത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വന്ന് പിന്നെ ചോറൊക്കെ കഴിച്ച് അപ്പോഴൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ചേട്ടൻ സ്റ്റാൻഡിലോട്ട് പോയേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്ന് വരാൻ താമസിച്ചേ. ഓട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് വരാനും താമസിച്ചു. പിന്നെ നേരെ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് കേട്ടോ പിന്നെ സ്റ്റാൻഡിലോട്ട് പോയത്. പിന്നെ നമ്മളെ മീനുക്കുട്ടി ഇപ്പം ഇവിടെ ഇല്ല, അപ്പുറത്ത് അച്ഛൻ്റെ അമ്മേരെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ തോന്നിയിരിക്കുന്ന സമയത്ത് ഒന്ന് തൂത്തൊക്കെ ഇട്ട് അതിനുശേഷം പിന്നെ വെറുഞ്ചായ എന്തെങ്കിലും ഇട്ട് കുടിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരമാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ചോറ് വയ്ക്കുന്നതിന് വേണ്ടി വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വെച്ചാൽ പിറ്റേന്ന് രാവിലെ മീനൂനും ചോറ് കൊണ്ടുപോകാം. പിന്നെ ഉച്ചത്തേക്ക് നമുക്കും കാണും. അതുകൊണ്ട് ഇപ്പം എല്ലാ ദിവസവും അങ്ങനെ വൈകുന്നേരങ്ങളിലാണ് ചോറ് വയ്ക്കുന്നത്. പിന്നെ കറിയൊക്കെ ഉച്ചയ്ക്ക് വെക്കുന്നത് കാണും. എന്തെങ്കിലും മീൻ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വൈകുന്നേരം വെക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ വേറെ കറികളൊന്നും വെക്കണ്ട കേട്ടോ. ഉച്ചയ്ക്ക് വെച്ച കറികളൊക്കെ തന്നെ കാണും. അപ്പോൾ വെള്ളം ഇപ്പം വച്ചതേ ഉള്ളൂ. അവളൊരു 7-8 മണിയൊക്കെ ആകുമ്പം ചോറ് റെഡിയാകും. അപ്പോൾ രാത്രി ചൂടോടെ ചോറും കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരമാണ് ചോറൊക്കെ വെക്കുന്നത്. പിന്നെ ഈ സമയത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മീനുക്കുട്ടി പഠിക്കാൻ സമയം ഇപ്പം വീട്ടിലെത്തി. ഇതാ വീട്ടിൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും. വീട്ടിലത് സ്കൂളിൽ പഠിച്ചത് ഇരുന്ന് പഠിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ എഴുതി ഇട്ട് കൊടുത്തത് അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഹോംവർക്ക് ഒന്നുമില്ല. അപ്പോൾ വീട്ടിലത്തെ മാത്രം പഠിച്ചാൽ മതി അല്ലേ മീനുക്കുട്ടി? എന്നാൽ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ട് അപൂർവമായിട്ടാണ് അതെ തന്നെ. അപ്പൊ ഇത്ര നേരം അപ്പുറത്ത് പോയി അച്ചാച്ചൻ്റെ കൂടെ അച്ചാമ്മയുടെ ഒക്കെ കളിച്ചിട്ടാണ് വന്നത്. ഇനി ഇരുന്ന് എഴുതിയിട്ട് പിന്നെയും പോണോന്നും പറഞ്ഞിരിക്കണം. അപൂർവമായിട്ടാണ് ഇപ്പൊ മീനുക്കുട്ടി നമ്മള് വീഡിയോയിൽ കാണണേ അല്ലേ മീനുക്കുട്ടി? ആ മീനുക്കുട്ടിയൊക്കെ എന്തൊരു പറയാണ്ട് കൂട്ടുകാരത്ത് കുറെ നാളായി മീനുക്കുട്ടീനൊക്കെ കണ്ടിട്ട്. മീനുക്കുട്ടിക്ക് എന്തായിരുന്നു? വീഡിയോ ഒന്നും എടുക്കാതെ ഇവിടെ വീട്ടിലായിരുന്നു അല്ലേ മീനുക്കുട്ടി? അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണാം മീനുക്കുട്ടി ഉണ്ടെങ്കിൽ. ഓ അത് തന്നെ.